ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് യൂബറും ബുക്ക് ചെയ്ത് നമ്മൾ രണ്ടും കൂടി എങ്ങോട്ടേക്കാണെന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുക. അതെ, നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് റിയാദ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പൊ അവിടുന്ന് എങ്ങോട്ടേക്കാണ്, എന്തിനാണ് പോണേന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. സാധാരണഗതിയിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ട് വെളുപ്പാങ്കാലത്ത് ഏകദേശം ഈ ഒരു ടൈമിൽ വന്ന് കിടക്കലാണ് പതിവ്. പക്ഷെ ഇതാദ്യമായിട്ടാണ് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഏർലി മോർണിംഗ് എഴുന്നേക്കുന്നതും ഇതുപോലെ പോകുന്നതൊക്കെ. ആക്ച്വലി ട്രെയിൻ ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ ഒരു ദിവസം മുമ്പേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ യൂബർ ആണെങ്കിലും തലേദിവസം ബുക്ക് ചെയ്തിട്ടാണ് കിടന്നത്. ഇൻ കേസ് യൂബർ ഒക്കെ ഓൺ ടൈമിൽ ബുക്ക് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ കിട്ടത്തൂല, ടെൻഷൻ അടിച്ച് മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു സാഹസികതയ്ക്ക് നമ്മൾ മുതിർന്നില്ല. പറഞ്ഞിരിക്കല്ലത് റെയിൽവേ സ്റ്റേഷൻ എത്തി. 4:17 ഡ്രോപ്പ് ഓഫ് ടൈം പറഞ്ഞിരുന്നെങ്കിലും അതിന് മുന്നേക്ക് നമ്മൾ എത്തിയിരുന്നു കേട്ടോ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ടു നമ്മുടെ എയർപോർട്ടാണ്. കാര്യം ടിക്കറ്റ്സ് ഒക്കെ പ്രീ ബുക്ക്ഡ് ആയിരുന്നെങ്കിലും നമ്മുടെ ഇക്കാമയും പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ. അതും ഫ്ലൈറ്റിലെ പോലെ തന്നെ ബിസിനസ് ക്ലാസ്സും ഇക്കോണമിയും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ലഗേജസ് ആയാലും വെയിറ്റ് നോക്കി ടാഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഏതായാലും വേറെ ലഗേജ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാണ് കേട്ടോ. അപ്പോ നമ്മൾ ഇന്ന് പോണത് ദമാമിലേക്കാണ്. ഓൾമോസ്റ്റ് 4 മണിക്കൂർ അവിടേക്ക് യാത്രയുണ്ട് ബൈ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ. പറഞ്ഞതുപോലെ തന്നെ ഷാർപ്പ് 5:09 തന്നെ ട്രെയിൻ എടുത്തായിരുന്നു. അതിനൊരു അരമണിക്കൂർ മുന്നേ ബോർഡിംഗും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എനിക്ക് നമ്മുടെ ട്രെയിനിന്റെ അകത്തെ കാഴ്ചകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത്യാവശ്യം കുറെ പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് ലേഡീസ് ആൻഡ് കിഡ്സ്. സോ ഞാൻ ആ റിസ്ക് എടുത്തില്ല. അങ്ങനെ നീണ്ട 4 മണിക്കൂറുകൾക്ക് ശേഷം ഷാർപ്പ് 9 o'clock തന്നെ നമ്മൾ ദമാം റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബസ്സിലായാലും ട്രെയിനിലായാലും ടൈമിംഗ് ഒക്കെ പക്കയായിരിക്കും. അതിൽ 1 മിനിറ്റ് പോലും അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവില്ല. അങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി യൂബറും പിടിച്ച് നമ്മൾ നേരെ പോണത് ദമാമിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. നമ്മളോട് അവിടെ എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആരാണ് പറഞ്ഞത്, എന്തിനാണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. മെയ് ലാസ്റ്റ്, അതായത് ഈ വരുന്ന ദിവസങ്ങളിൽ എന്റെ വിസ എക്സ്പയർഡ് ആവുമായിരുന്നു. സോ എനിക്കത് റിന്യൂ ചെയ്യണം. നോർമലി അപ്ഷറിൽ കയറിയിട്ട് നമുക്ക് തന്നെ അത് റിന്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും. പക്ഷേ ഇപ്പോൾ ഹജ്ജ് സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്ഡേഷൻസ് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കെന്നല്ല, ആർക്കും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ എനിക്ക് ഇവിടുന്ന് മറ്റൊരു കൺട്രിയിലേക്ക് എക്സിറ്റ് അടിക്കണമായിരുന്നു. അങ്ങനെ ദമാമിന്ന് ബഹ്റിനിലേക്കാണ് ഞാൻ നെക്സ്റ്റ് പോകാൻ പോണത്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വിസ എക്സ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ പിന്നെ ലീഗലി നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് യാതൊരുവിധ റൈറ്റ്സും ഇല്ല. സോ വിസ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റാത്ത പക്ഷം നമ്മൾ മറ്റേതെങ്കിലും കൺട്രിയിലേക്ക്, അതിപ്പോ ബഹ്റിൻ തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് എക്സിറ്റ് പോയേ പറ്റത്തുള്ളൂ. അതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാക്കി എക്സിറ്റ് ആൻഡ് റീ എൻട്രി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.